എംജി സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം വിപുലീകരിക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും സിൻഡിക്കേറ്റ് തീരുമാനം. സ്പോർട്സ് സയൻസിൽ മികച്ച അക്കാഡമിക ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. എന്നാൽ സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കായിക താരങ്ങൾ. കായിക പഠനത്തിനും ഗവേഷണത്തിനും സ്ഥാപിതമായ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം വിപുലീകരിക്കുവാനാണ് സിൻഡിക്കേറ്റ് തീരുമാനം. അതുവഴി കായിക രംഗത്ത് സർവകലാശാലയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിയും. അക്കാഡമിക് രംഗത്ത് നേട്ടമുണ്ടാക്കുന്നതിനൊപ്പം കായിക താരങ്ങൾക്കും അതുവഴി പ്രയോജനം ലഭിക്കുമെന്നതാണ് സിൻഡിക്കേറ്റിൻ്റെ കണക്കുകൂട്ടൽ. UGC റൂൾ പ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ രണ്ടായി വിഭജിക്കുന്നു എന്ന് പറയത്തില്ല. കാരണം UGC റെഗുലേഷൻസ് പ്രകാരം ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും രണ്ട് രീതിയിൽ വേണമെന്നാണ് UGC തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് അതിലെ അഫിലിയേറ്റഡ് കോളേജുകളിലെ കായിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു ഡയറക്ടറേറ്റാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ കീഴിൽ നടക്കേണ്ടത്. ഒരു സർവകലാശാലയെ സംബന്ധിച്ചുള്ള ഒരു പഠന വിഭാഗം എന്ന് പറയുമ്പോൾ കായിക മേഖലയിൽ ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുക, ടീമിനെ അയക്കുക എന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ മേഖലയിലെ പഠനങ്ങളും ഗവേഷണങ്ങളും. അപ്പോൾ ആ രീതിയിൽ സർവകലാശാലയ്ക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പഠന വിഭാഗം ഉണ്ടായേ പറ്റത്തുള്ളൂ. എന്നാൽ ഈ തീരുമാനത്തിനെതിരെയാണ് യൂണിവേഴ്സിറ്റിയിലെ കായിക താരങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ അക്കാഡമിക് ലെവലിലായാലും അക്കാഡമിക്കിൽ പഠിപ്പിക്കേണ്ടെന്നല്ല, അക്കാഡമിക് ലെവലിൽ പഠിപ്പിക്കണം. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്പോർട്സിലാണ്. ഇപ്പോൾ ഇവിടെ സ്പോർട്സ് അക്കാഡമിക് ലെവലിൽ രണ്ടായി കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്കൂളിൽ ചെല്ലുമ്പം ഇപ്പം മെയിനായിട്ട് സ്പോർട്സ് പഠിപ്പിക്കേണ്ടതുകൊണ്ട് നമ്മളിപ്പം ആ സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഇൻ്റർ കോളേജ് അല്ലെങ്കിൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഒഫീഷ്യേറ്റിങ്ങിന് ആളെ വേണം. ഇപ്പോൾ ഈ ഒരു നിലപാടിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും. നമുക്കൊരു അവസരം കിട്ടാതായിട്ടുള്ള ഒരവസ്ഥ വരും. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഒഫീഷ്യേറ്റിംഗ് കണ്ടക്ട് ചെയ്യാനോ ഒഫീഷ്യേറ്റ് ചെയ്യാനോ ഉള്ളൊരു അവസരം നഷ്ടപ്പെടും അവിടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഒരാൾ മാത്രമാണ്. വിഭജനം സാധ്യമാകുന്നതോടെ കൂടുതൽ അധ്യാപകരും ഗവേഷണ സംവിധാനങ്ങളും ഒരുങ്ങും. വസ്തുതകൾ ഇതായിരിക്കെ വിദ്യാർത്ഥികളെ സമരത്തിലേക്ക് തള്ളിവിട്ടതിന് പിന്നിൽ ചിലരുടെ കളികളുണ്ടെന്നാണ് സിൻഡിക്കേറ്റ് കരുതുന്നത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.